അമ്മ ഞാൻ കളിക്കാൻ പോയിക്കോട്ടെ. ഞാൻ നിന്നോട് പല വട്ടം പറഞ്ഞിട്ടുണ്ട്, കണ്ട പഠിക്കാത്ത പിള്ളേരുടെ കൂടെ കളിക്കാൻ പോണ കാര്യം എന്നോട് ചോദിക്കരുത്. ഞാൻ നിന്നെ വിടില്ല നിനക്ക് അറിഞ്ഞൂടെ, പിന്നെ നീ എന്തിനാണ് ഇവിടെ ചോദിക്കാതെ കിടത്? അമ്മ പ്ലീസ്, അമ്മ പ്ലീസ്. അപ്പു ഞാൻ വിടത്തില്ല. മര്യാദക്ക് നീ പുള്ളി പോയത് പോലെ പഠിക്കാതെ. അല്ല, നിനക്ക് ഞാൻ കുറച്ചു നേരത്തെ മുന്നേ 2 പ്രോബ്ലം തന്നായിരുന്നല്ലോ, അത് നീ സോൾവ് ചെയ്തായിരുന്നാ? ഇല്ല. അതിന് നിനക്ക് സമയമില്ല, പഠിക്കാൻ നിനക്ക് സമയമില്ല. ഏത് നേരം കളിക്കാൻ പോട്ടെ ചോദിക്കാൻ മാത്രം നിനക്ക് സമയമുള്ളടാ. എടാ, നീ ഒരു കണക്ക് ടീച്ചറിന്റെ മോനാണ്. അപ്പൊ ആ ഒരു നിലവാരം നീ കാണിക്കും. ഏതെങ്കിലും കൊണ്ട ചെറുക്കന്മാരുടെ കൂടെ ചെളിയിലും മണ്ണിയും കളിച്ചില്ലേ അവന് സമാധാനമില്ല. അവര് എന്റെ മോളെ, നീ എന്തേ പറയുന്നേ? ആ കൊച്ചിനെ കളിക്കാൻ വിട്ടെ. കളിക്കേണ്ട സമയത്ത് കൊച്ചുകൾ കളിക്കണം. ഏത് നേരവും അതിനെ പുസ്തകത്തിന് മുന്നിൽ ഇരുത്താണ്ട് എന്നാ സൂക്കേടാ അത്? എന്റെ പൊന്നമ്മ, അമ്മ പറഞ്ഞ പോലെ ഒന്നും അല്ല. ഏത് നേരം അമ്മ ഇങ്ങനെ കളിക്കാൻ വിട്ടാന്ന് പറഞ്ഞാൽ മതി. ഈ ചെറുക്കൻ എത്രയും കഴിഞ്ഞ പ്രാവശ്യം കണക്കിന് മാർക്കെന്നറിയാവും അമ്മയ്ക്ക്? 100-ൽ 90. ആ 2 മാർക്ക് എവിടെ പോയി? ആ 2 മാർക്ക് വലിയ എവിടെ പോയി? ഞാനൊരു കണക്ക് ടീച്ചറാണ്. എന്റെ സ്കൂളിൽ ഞാൻ എല്ലാ പിള്ളേരെയും, എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെ എല്ലാം 100 ആക്കാൻ ശ്രമിക്കുമ്പോ എന്റെ മോൻ 98 മേടിച്ചോണ്ട് നിൽക്കണത്. കാര്യം 3-ാം ക്ലാസ്സിലേക്ക് ആയിരിക്കും, പക്ഷെ ഇപ്പൊ തന്നെ അവൻ 100 മേടിച്ചു വെച്ചാൽ മുന്നോട്ട് പോകുമ്പോ വലിയ കാര്യങ്ങളിലൊക്കെ നേടാൻ പറ്റുള്ളൂ. അവന്റെ ജീവിതത്തിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയില്ല ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. അപ്പൊ കളിക്കാൻ പോണ സമയത്ത് 2 പ്രോബ്ലം സോൾവ് ആയി അത്രയും തലയിൽ കയറുന്നില്ലേ? സ്കൂളിൽ ഞാൻ എടുക്കുന്ന ക്ലാസ്സുകളിൽ PT പീരീഡ് വരുമ്പോ അത് നോക്കിയിരുന്ന് പീരീഡ് എപ്പോഴാണോ വരുടെ അപ്പൊ പോയിട്ട് ഞാൻ അവിടെ മാത്സ് സ്പെഷ്യൽ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. ആ ഒരു പിള്ളേരെ ഞാൻ PT പീരീഡ് വരാറില്ല. എന്റെ കണ്ണു കെട്ടിന് വല്ല പിള്ളേരും പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാത്ത പീരീഡ് എല്ലാം ഞാൻ ഇതുവരെ പഠിപ്പിക്കാറുണ്ട്. അങ്ങനെയുള്ളൊരു ടീച്ചറിന്റെ മകൻ ഇവിടെ ഇരുന്ന് കളിക്കാൻ പോകുന്നേ ആരെങ്കിലും കണ്ട നാണക്കേടല്ലേ? ഇത് പുറത്തറിഞ്ഞ എന്തിന് എനിക്കാ നാണക്കേട്? അമ്മയ്ക്ക് ഇത് പറഞ്ഞാൽ മതി. ചെറുക്ക, എന്റെ വാക്ക് വെക്കാണ്ട് നീ വല്ലവരുടെയും വർത്താനം കേട്ട് കളിക്കാൻ വല്ലതും പോയാ എന്റെ സ്വഭാവം എനിക്കറിയില്ലോ. മര്യാദക്ക് വരുന്നത് സോൾവ് ചെയ്യാൻ നോക്ക്. എത്ര പറഞ്ഞത് മനസ്സിലാവില്ല, കളിക്കണം പോലും. പ്ലീസ് അച്ഛമ്മ, ഞാനൊന്ന് കളിക്കാൻ പോയിക്കോട്ടെ. എന്റെ പൊന്നു മോനെ, ഞാൻ എന്ത് ചെയ്യാനാണ്? എന്നെ കൊണ്ട് പറയാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞു. ഇനി ഞാൻ നിന്റെ അമ്മയുടെ വാക്ക് കേൾക്കാണ്ട് നിന്നെ കളിക്കാൻ വിട്ടിട്ട് വേണം എന്റെ തലയിൽ കയറാൻ നിന്റെ അമ്മ. ഒന്നും മിണ്ടാതിരുന്നേ. ഓൻ പോയിട്ട് ഉള്ളി പോയിട്ട് വല്ല പഠിക്കാൻ നോക്ക്. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഹലോ, ഗുഡ് ഈവനിങ് അഞ്ജന, പറയൂ. മിസ്സേ, ഈ ആഴ്ച സ്പെഷ്യൽ ക്ലാസ് ഉണ്ടോ? നിങ്ങൾക്ക് ഈ ആഴ്ച ഫിസിക്സിന്റെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അപ്പൊ അതില്ലേ? ആ മിസ്സിന് എന്തോ കല്യാണം ഉണ്ട്, അപ്പൊ അതുകൊണ്ട് വേണ്ടാന്ന് ഉറപ്പ്. ഈ ആഴ്ച സ്പെഷ്യൽ ക്ലാസ് ഇല്ലല്ലോ. നോ, നമുക്ക് എന്തോരം പോർഷൻസ് ആണ് കവർ ചെയ്യാനുള്ളത്. മാത്രമല്ല 4-5 മാസം കഴിഞ്ഞ എക്സാം ആണ്. നിങ്ങൾ എന്തിനാണ് വേറെ വീട്ടിലിരിക്കുന്നത്? അതിന്റെ ആവശ്യമില്ല, ഞാൻ നടത്താം. പിള്ളേരോട് എല്ലാവരോടും പറഞ്ഞേക്കണോ, ഈ ശനിയാഴ്ച മാത്സിന്റെ ഫിസിക്സ് സ്പെഷ്യൽ ക്ലാസ് കേട്ടാ. എല്ലാവരോടും പറഞ്ഞേക്ക്, ഒരു ഒഴിവുമില്ല. നോ, നെവർ. വിളിച്ചു പറയാൻ കാണിച്ച മനസ്സ് നല്ലത്. പക്ഷെ ഈ ആഴ്ച സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവും. ഒരു വിട്ടുവീഴ്ചയില്ല. നമുക്ക് കുറേ പോർഷൻസ് കവർ ചെയ്യാനുണ്ട്. ഒരു കാര്യം ചെയ്യും, വെള്ളിയാഴ്ച ഞാൻ എനിക്ക് തോന്നുന്ന ഒരു 5 ക്വസ്റ്റ്യൻസ് ഞാൻ വാട്സപ്പ് ചെയ്യാം കേട്ടോ. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിൽ ഇട്ടേക്കാം. 5 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തേക്കണം. ശനിയാഴ്ച സ്പെഷ്യൽ ക്ലാസ് വരുമ്പോൾ അതിലെല്ലാം ആൻസർ ചെയ്തേക്കണം. പിന്നെ മാത്രമല്ല, ശനിയാഴ്ചത്തെ സ്പെഷ്യൽ ക്ലാസ്സിൽ മുടങ്ങുന്നവരെ തിങ്കളാഴ്ച ഞാൻ ആ വീട്ടിൽ വിളിപ്പിക്കും. ശനിയാഴ്ച സ്പെഷ്യൽ ക്ലാസ് ആണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി കറങ്ങി തിരിഞ്ഞ് നടക്കുന്നവരുടെ ഒക്കെ വീട്ടിൽ നിന്ന് ഞാൻ തിങ്കളാഴ്ച വിളിപ്പിക്കും. എൻ്റെ സ്വഭാവം അറിയാലോ. കുറേ പോർഷൻസ് നമുക്ക് കവർ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും വന്നേക്കണം. എല്ലാവരോടും പറഞ്ഞേക്കാം ശനിയാഴ്ച മാത്സിന്റെ സ്പെഷ്യൽ ക്ലാസ്. ഓക്കെ. ആരാ വിളിച്ചത്? സ്റ്റുഡന്റ് അമ്മേ, അഞ്ജന. അവർക്ക് ഈ ശനിയാഴ്ച ഫിസിക്സിന്റെ സ്പെഷ്യൽ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. ആ മിസ്സിന് എന്തോ തിരക്ക്, കല്യാണം എന്തോ ആണ്. അപ്പൊ മിസ് പറഞ്ഞു ക്ലാസ് ഇല്ലെന്ന്. അപ്പൊ പിന്നെ ആ പിള്ളേരെ എന്നോട് ചോദിക്കാൻ വന്നു ലീവ് എടുത്തോട്ടെ. ഞാൻ സമ്മതിക്കുമോ? ഞാൻ പറഞ്ഞു മാത്സിന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന്. എല്ലാത്തിനും പിടിച്ചിരിച്ച് നല്ലോണം പഠിപ്പിക്കണം. 4 മാസമുള്ള എക്സാമിനെ നല്ലോണം പഠിക്കണ്ടേ? ഇതൊരു പോർഷൻസ് ഒക്കെ കവർ ചെയ്യാനുള്ളത്. ചെറിയച്ഛനും ചെറിയമ്മയും കൂടെ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഈ ആഴ്ചയിലെ നമ്മൾ വിരുന്ന് കൊടുക്കാന്ന് പറഞ്ഞേ. ഈ ശനിയാഴ്ച അവർ ഉച്ചയാകുമ്പോ വരും. എന്നാ ചെയ്യും അപ്പൊ? അന്ന് സ്പെഷ്യൽ ക്ലാസ് ഒന്നും വെക്കണ്ട. മോള് വേറെ വല്ല ടീച്ചർമാരോട് വെക്കാൻ പറയല്ലെങ്കിൽ. എന്റെ അമ്മേ, അതിന്റെയൊക്കെ ആവശ്യം എന്തിരിക്കണം? ചെറിയച്ഛനും ചെറിയമ്മനെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. ഗൾഫിൽ നിന്ന് വന്നിട്ട് അവര് ആദ്യമായിട്ട് വരികയൊക്കെയാണ്. പക്ഷെ ഒരു കാര്യം ചെയ്യാം, അവരെ ഞാൻ പിന്നെ എപ്പോഴും പോയി കണ്ടോളാം. അതിപ്പോ എന്തിരിക്കുന്നു? പക്ഷെ എന്റെ മാത്സിന്റെ സ്റ്റുഡൻസിനെയൊക്കെ വലുതാണോ അമ്മേ? ചെറിയച്ഛനും ചെറിയമ്മയൊക്കെ പഠിക്കാൻ വേണ്ടി ആകാംക്ഷിച്ച് കഷ്ടപ്പെട്ട് അഭ്യുതകാംക്ഷികളായിട്ട് ഇരിക്കുന്ന പിള്ളേരാണ് എന്റെ പിള്ളേര്. ആ പിള്ളേർക്ക് മാത്സ് എന്ന് പറഞ്ഞാൽ എന്ത് ഇഷ്ടമെന്നറിയോ? അവർക്ക് ആ ഒരു ഉള്ളിൽ ആ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ആ കൊച്ചെന്നെ വിളിച്ചു ചോദിച്ചത്. അവർക്ക് മാത്സ് പഠിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അങ്ങനെയുള്ള പിള്ളേരെ നമ്മൾ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല അമ്മേ. ഞാൻ സ്പെഷ്യൽ ക്ലാസ്സിന് പോവാം. രാവിലെ ചോറും കറിയും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചേക്കാം. എന്നിട്ട് ഞാൻ ക്ലാസ്സിന് പോവാം അമ്മേ. അമ്മ അച്ഛൻ്റെ കൂടെ ഒക്കെ അത് എല്ലാവരുടെയൊക്കെ ഡീൽ ചെയ്തപ്പോൾ ചെറിയച്ഛൻ ചെറിയമ്മ വരുമ്പോഴേ എനിക്ക് എന്തായാലും ക്ലാസ് കൊടുക്കാൻ പറ്റില്ല അമ്മേ. ഒരു കണക്ക് ടീച്ചർ എന്ന നിലയ്ക്ക് ഇത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അവരെ പഠിപ്പിക്കുക, അവരെ കണക്ക് പഠിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമല്ലേ അമ്മേ. അതിലും വലുതല്ല എനിക്ക് ഒരു ബന്ധുമിത്രാദികളും. മനസ്സിലായില്ലേ? ഞാൻ എന്തായാലും സ്പെഷ്യൽ ക്ലാസ്സിന് പോകും. ഇതിനോടൊക്കെ ആര് പറയാനാണ്?
ഇത് തന്നെ കണക്ക് മൊത്തം പഠിപ്പിച്ചും കുറെ പഠിച്ചും തലയ്ക്കെന്തോ ഭ്രാന്ത് കയറിയൊക്കെയാണ്. കണക്ക് ഭ്രാന്ത്. അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഈ 2 പ്രോബ്ലം വാട്സപ്പ് ചെയ്ത് കൊടുക്കാം. അവർ സോൾവ് ചെയ്യട്ടെ. എന്നിട്ട് വാട്സപ്പിൽ തന്നെ ആൻസർ ഫോട്ടോ എടുത്ത് അയച്ചു തരാൻ പറയാം. അല്ലാത്തവർക്ക് എന്തായാലും മറ്റേ ഇമ്പോസിഷൻ കൊടുക്കണം. 440 10 450 പിന്നെ തന്നെ ഒരു 80 രൂപ എന്തോ സാധനം മേടിച്ചല്ലോ. മൊത്തം 550. അപ്പൊ 550 രൂപ എന്നെ അല്ലേ ഒരു കടയിൽ പോയി വരുമ്പോഴേക്കും 550 രൂപ. 440 + 10 + 80 70 ആയിക്കോട്ടെ. എല്ലാരും 550 വരും അല്ലേ? അമ്മ എവിടെ അമ്മേ കണക്ക് പഠിച്ചേ? അമ്മയെ കണക്ക് പഠിപ്പിച്ച ടീച്ചറെ എനിക്കൊന്ന് കാണണം. നല്ല കണക്ക് ടീച്ചർ. ഒരു കണക്ക് പഠിക്കുന്നു. ഒരു അമ്മയുടെ മരുമോളെ കണക്ക് ടീച്ചറാ. ആ കണക്ക് ടീച്ചറിന്റെ അമ്മായിമ്മ പറഞ്ഞ വർത്താനം അല്ലേ? 550 പോലും പറയണ കേട്ടില്ലേ? എന്നാലും 550 എങ്ങനെ പറയാൻ തോന്നണേ? അമ്മ 530 അത്രേ ആവുള്ളൂ. ഞാൻ പറഞ്ഞു തന്നിട്ട് വേണം അമ്മയ്ക്ക് അറിയാൻ. ഇവിടെ എങ്ങനെ ശരിയാവാനാണ്? ഞാൻ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് സ്കൂളിലൊക്കെ പോയിട്ട് കണക്ക് പഠിപ്പിക്കുന്നത്? ഞാൻ ഇവിടെ ഇരുത്തി പഠിപ്പിക്കാം. അമ്മയെ പഠിപ്പിക്കാം. 2 3 4 5 1 1 2 2 2 4 6 6 12 എന്നൊക്കെ ഞാൻ പഠിപ്പിക്കാം അവിടെ ഇരുന്നിട്ട്. എന്നാലും അമ്മേ, എന്റെ ദൈവമേ, ഇത്രയും ചെറിയ കണക്കൂല അമ്മയെ അറിയില്ലെങ്കിൽ അമ്മ ഇത്രയും കാലം എന്തിനാണ് ജീവിച്ചത്? എനിക്ക് അറിയാൻ വേണ്ടിട്ട് ചോദിക്കുന്നത്. അമ്മയ്ക്ക് നാണോടെ ഇത് പറയാൻ? എന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കാൻ നാണോട്ടെ അമ്മയ്ക്ക്? 550. ഒരു കാര്യം പറഞ്ഞേക്കാം, വൃത്തിയായാലും ഇത് പഠിച്ചില്ലെങ്കിലല്ലേ എന്റെ സ്വഭാവം അറിയും. ഇനി അമ്മയ്ക്ക് ഒരു സീരിയലും ഇല്ല, ഒന്നുമില്ല. മര്യാദക്ക് ഇത് കണക്ക് പഠിച്ചേക്കണം. എല്ലാ കാര്യം കണക്കിന് കൃത്യമായിട്ട് പഠിച്ചില്ലെങ്കിലോ അമ്മ എന്നാ പറഞ്ഞ 550. ഒന്നുകൂടെ കണക്കൂട്ടമ്മേ, ഒന്നുകൂടെ കണക്കൂട്ടമ്മേ. അമ്മ ശ്രദ്ധിക്കേ. അമ്മ ഒന്നുകൂടെ കണക്കൂട്ടമ്മേ. അമ്മയുടെ കൈ കൊണ്ട് തന്നെ കൂട്ട് മനക്കണക്ക് കൂട്ട്. ഞാനെന്താ പറഞ്ഞേ? എന്റെ സ്വഭാവം നിനക്ക് അറിയാൻ പാടില്ല കേട്ടോ. ഒരു സൈക്കിളിന് ഒരു പരിധിയുണ്ട്. നീ കണക്ക് ടീച്ചർ എന്നുള്ളത് സ്കൂളിൽ മതി, വീട്ടിൽ കയറി ഉണ്ടാക്കാൻ വരണ്ട. ഞാനൊരിത്തിരി കണക്ക് തെറ്റിപ്പോയി. അത് തെറ്റിപ്പോയി 550 പറഞ്ഞേന്. എന്റെ ദൈവമേ, ഇങ്ങനെയൊക്കെയാണ് കിടന്ന് പെരുമാറണത്. മനുഷ്യന് തെറ്റും പറ്റുമൊക്കെ എല്ലാവർക്കും പറ്റും. വലിയ കണക്ക് ടീച്ചർ വന്നേക്കുന്നത്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നീ എന്നെ കിടന്ന് കാണിച്ചേ. നീ ആരും നാഗമില്ലയോ? അയ്യോ, അവളുടെ രൂപമൊക്കെ മാറുന്നു, കണക്കൊക്കെ തെറ്റിക്കെന്ന് പറഞ്ഞപ്പോഴേക്കും. ഞാനേ നിന്റെ അമ്മായിമ്മയാണ്, നീ എന്റെ മരുമകളും. നീ ഒരു കാര്യം മനസ്സിലാക്കണം. അതേപോലെ നീ എന്റെ മകന്റെ ഭാര്യയും എന്റെ കൊച്ചുമോന്റെ അമ്മയുമാണ്. നീ അത് മനസ്സിലാക്കണം. നീ ഇവിടത്തെ കണക്ക് ടീച്ചറല്ല. ഞങ്ങൾ നിന്നെ ഇവിടെ ശമ്പളം കൊടുത്ത് നിർത്തിയേക്കണല്ല കണക്ക് ടീച്ചറായിട്ട്. അല്ലേ? സൈക്കിളിനൊരു പരിധിയില്ലേ? ഒരിക്കലും അല്ലാത്ത എല്ലാ വീടുകളിലേക്കാൾ കൂടുതൽ ഇവിടെ കച്ചടക്കുക. എന്തെങ്കിലും ഒന്ന് തെറ്റിപ്പോയാൽ അപ്പൊ കിടന്ന് ഇവിടെ ബഹളം. നീ നിന്റെ സ്വന്തം മകനെ മനസ്സിലാക്കിയിട്ടുണ്ടാ? ആ കൊച്ചിനെ വെറുതെ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ കുത്തിക്കയറ്റി വെക്കുന്നത്. അവന് പഠിക്കുന്ന കാര്യത്തിലൊക്കെ താല്പര്യമുണ്ട്. അവന് കുറെ പഠിക്കുന്ന കാര്യത്തിൽ കുറവൊന്നുമില്ല. പക്ഷെ അവനല്ലാതെ കലാകായിക മേളകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. നീ വല്ലതും സമ്മതിക്കുവോ? അതെങ്ങനെയാ? എന്തെങ്കിലും അങ്ങനത്തെ വല്ല പരിപാടി വന്നാൽ അവള് ഗണിതശാസ്ത്ര മേളയ്ക്ക് മാത്രം വിടുന്ന. ആ കൊച്ചിന് എന്തൊക്കെ കഴിവിട്ട് നിൽക്കും അറിയോ? കായികപരമായിട്ട് എന്തൊക്കെ കഴിവിട്ട് നിനക്കറിയോ? നീ എന്തെങ്കിലും വിടാറുണ്ടോ? അവൻ എന്തെങ്കിലും കളിക്കാൻ വിടാറുണ്ടോ? സ്കൂളിലുള്ള എന്തെങ്കിലുമുള്ള പരിപാടികൾക്ക് അവളെ എന്തെങ്കിലും ഈ ഫുട്ബോൾ, ക്രിക്കറ്റ്, അത് ഇതെന്ന് പറഞ്ഞ സംഭവങ്ങളിൽ എല്ലാം ചേർക്കാറുണ്ടോ? ഈ കായികപരമായിട്ടുള്ള എന്തെങ്കിലും ചേർക്കാറുണ്ടോ? അപ്പൊ അവളുകളുടെ ഗണിതശാസ്ത്ര മേളയ്ക്ക് അവളുടെ മാത്രം ചേർക്കും. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, കുട്ടികളെ കളിക്കേണ്ട സമയത്ത് കളിക്കാൻ വിടണം. അവർക്ക് എന്താ കഴിവെന്ന് പറയാൻ പറ്റില്ല. ഇന്ന് അവനാണെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ ഭയങ്കര ഇഷ്ടം. നാളെ വല്ലൊരു ഫുട്ബോൾ കളിക്കുന്ന നല്ലൊരു ആരായി അറിയാലോ. അല്ല നീ പറയും, അയ്യോ കണക്ക് പഠിച്ചാൽ മതിയായിരുന്നെന്ന്. കൊച്ചുങ്ങടെ ഉള്ള കഴിവിനെ ഇല്ലാണ്ടാക്കരുത് നിന്റെ ഈ മെനകെട്ട സ്വഭാവം കാരണം. അവള് കണക്ക് ടീച്ചർ വീട്ടിൽ കുത്തി കയറിയിരിക്കുന്നു. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി മേല കണക്ക് ടീച്ചർ പോലെ ഈ വീട്ടിൽ നീ കിടന്ന് പെരുമാറാൻ തുടങ്ങി എന്നെ താനിക്കോളം നീ കാണും. മനുഷ്യ രേവിക്കണ ഒരു പരിധിയില്ലേ? ഞാനൊരു കണക്ക് തെറ്റിപ്പോയി അവിടെ എന്തൊക്കെ കിടന്ന് കൂന്നേ. ഭദ്രകാളി തുള്ളുന്നത്. എനിക്ക് എപ്പോഴും ആ ഒരു മൈൻഡ് അതായിപ്പോയതാ. അമ്മ എന്നോട് ക്ഷമിക്ക്. ഇനി ഞാനൊരിക്കലും വീട്ടിൽ ഒരു മാത്സ് ടീച്ചർ ആയിരിക്കില്ല. എൻ്റെ മോൻ്റെ അമ്മയും എൻ്റെ ചേട്ടൻ്റെ ഭാര്യയും അമ്മയുടെ നല്ലൊരു മരുമോളും ആയിരിക്കും. അങ്ങനെയായി നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ വേണ്ട, ഇത് വെച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് കണക്ക് ടീച്ചറായാലോ.